What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karen channel. Summer transfer window അങ്ങനെ അവസാനിക്കുന്നതിന്റെ വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തപ്പോഴാണ് രാത്രി നീറ്റ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടാരിക് ജോർജിന്റെ ഫുൾഹാമിലേക്കുള്ള ഡീല് കൊളാപ്സ് എന്നുള്ള ന്യൂസ് അറിഞ്ഞ് അപ്പം തന്നെ ഞാൻ വിചാരിച്ചു കോപ്പ്. ഇനി ആ വീഡിയോ നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റില്ല. അപ്പൊ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി പുതിയ വീഡിയോ ഞാൻ ചെയ്യുന്നു. കാരണം ആ ഇൻഫർമേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നൗ വീഡിയോന്റെ അവസാനം ഞാൻ എന്റെ സമ്മർ ട്രാൻസ്ഫർ കൺക്ലൂഷൻ റേറ്റിംഗ് പറയാം. സോ നമുക്ക് ഈ സീസൺ തുടങ്ങാം. എന്തായിരുന്നു ചെൽസി ബോർഡിന്റെ ടാർഗറ്റ്? ഫസ്റ്റ് ടീമിൽ ആവശ്യമില്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ വിൽക്കുക, ഇവരുടെയൊക്കെ സാലറി അക്കൗണ്ടിൽ നിന്ന് മാറ്റുക. അതാണ് ഇമ്പോർട്ടന്റ്. അക്കൗണ്ടിൽ നിന്ന് ഇവരെല്ലാവരുടെയും സാലറി മാറ്റുക, വിൽക്കുക. അല്ലാണ്ട് പകുതി ലോൺ കൊടുത്തിട്ട് പകുതി സാലറി നമ്മൾ കവർ ചെയ്യുന്നു, അപ്പരിപാടിയില്ല. എല്ലാത്തിനെയും കൂടെ ഒഴിവാക്കി കളയുക. ഫസ്റ്റ് ടീമിനെ മാത്രം റീറ്റെയിൻ ചെയ്യുക. ആൻഡ് ലോണിൽ വിടാനുള്ള ഡെവലപ്മെന്റ് പ്ലേയേഴ്സിനെ നമ്മൾ ലോണിൽ വിടുക, അടുത്ത സീസണിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ബോർഡിന്റെ സീസൺ ആയിട്ടുള്ള ഒരു തുടക്കം. ആൻഡ് 99% സക്സസ് എന്നല്ല പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് നമ്മുടെ ബാധ്യതയിൽ കിടക്കുന്ന റഹീം സ്റ്റെർലിംഗ്, ആക്സൽ ദിസാസി ആൻഡ് ഡേവിഡ് ഡാട്രോ, ഫൊഫാനയുടെ ലോൺ ഡീൽ കൊളാപ്സ് ആയി പോയി. ആക്സൽ ദിസാസി എവിടെയും പോയില്ല. റഹീം സ്റ്റെർലിംഗ് ഒരു പരിധി വരെ ഞാൻ ബ്ലെയിം ചെയ്യില്ല. കാരണം അവന് ക്ലബ്ബുകൾ വന്നിട്ടുണ്ടാവും, ഉറപ്പാണ്. അവൻ ആ സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അവന് കളിക്കാൻ വേറെ ക്ലബ്ബിൽ പോയി കളിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ആൻഡ് ഹീസ് ഓൺ ഹൈ വേജസ്. നമുക്ക് കോൺട്രാക്റ്റും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഒഴിയാബാധ നമ്മൾ സഹിച്ചേ പറ്റൂ. പേടിക്കണ്ട, കുറച്ച് മാസങ്ങളും കൂടിയേ ഉള്ളൂ. ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലും ഡീല് നടന്നു. അത് ഡീല് നടത്താൻ നമ്മുടെ ബോർഡിന് ഇനി സമയമുണ്ട്. കാരണം ഇവരെ മൂന്നുപേരെയും ഒഴിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ സെയിൽ ഹാസ് ബീൻ ഓസം. 15 പ്ലേയേഴ്സിനെ എന്തോ നമ്മൾ വിറ്റിട്ടുണ്ട്. ആൻഡ് ദ ടോട്ടൽ സെയിൽ വാല്യൂ ഇസ് മോർ ദാൻ £300. ഇറ്റ്സ് എ പ്രീമിയർ ലീഗ് റെക്കോർഡ്, ഇറ്റ്സ് എ ക്ലബ് റെക്കോർഡ്. ഫാന്റാസ്റ്റിക്. £300 ഉപരി സെയിൽ ഒരു ക്ലബ് ഒരു വിൻഡോയിൽ നടത്തുക എന്ന് പറയുന്നത് ഇസ് എക്സെപ്ഷണൽ. ഹാറ്റ്സ് ഓഫ് ടു ചെൽസി ബോർഡ്. എക്സെപ്ഷണൽ ബിസിനസ്. അതിനുവേണ്ടി മാത്രം തന്നെ 10 out of 10 എന്റെ ഒരു കണക്കിൽ. കാരണം ഇത്രയും സക്സസ്ഫുൾ സെയിൽ നടത്തിയ ഒരു ക്ലബ്ബ് റിയലി ഇംപ്രസീവ്. ആൻഡ് അതിനകത്ത് നമ്മൾ എത്രയോ പ്ലേയേഴ്സിനെ കൊടുത്തിരിക്കുന്നു. കാർണെ ചുക്കാമേക്ക, റെനാറ്റോ വേഗ, ജോർഗെ പെട്രോവിച്ച്, ക്രിസ്റ്റഫർ എൻകൂങ്കു, പിന്നെ നമ്മുടെ ലെസ്ലി ഒഗോചുക്കു, അമാൻഡോ ബ്രോയ. A lot of these players have gone. Kieran Dewsbury Hall, ഇവരൊക്കെ നമ്മൾ കൊടുത്തു. ജോവോ ഫെലിക്സ്, പ്ലേയേഴ്സിന്റെ പേര് തന്നെ എനിക്ക് ഓർമ്മയില്ല. എത്രയോ പ്ലേയേഴ്സിനെ നമ്മൾ കൊടുത്തു. പിന്നെ ചെറിയ സെയിലുള്ള ആൽഫിയൽ ഗിർക്രിസ്റ്റ് ആയാലും അലക്സ് മാത്തോസ് ആയാലും ഇവരൊക്കെ ചെറിയ വെയിലിൽ നമ്മൾ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് ബീൻ മാസീവ് സെയിൽ. ആൻഡ് ഓൾസോ ബെൻ ചിൽവെൽ. ആൻഡ് ബെൻ ചിൽവെൽ, ബ്രദർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം അറ്റ് ചെൽസി. റിയലി അപ്രീഷിയേറ്റീവ്. ബെൻ ചിൽവെലിനെ സ്ട്രാസ്ബോർഗിന് കൊടുത്തു. ലെറ്റ്സ് എമൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവന്റെ സാലറി നമ്മൾ ഒഴിവാക്കി. സോ ഏകദേശം 15-16 പ്ലേയേഴ്സ്. ഒരു പ്ലെയറും കൂടെയാണ് സെസറ കാസറെ നമ്മൾ ജാനുവരിയിൽ എന്തോ കൊടുത്തത്. അത്രയും പ്ലെയറിന്റെ സാലറി നമ്മൾ ബുക്കിൽ നിന്ന് മാറ്റി. ആൻഡ് ദാറ്റ്സ് ഇൻക്രെഡിബിൾ ബിസിനസ്. അപ്പൊ അതിലും നമ്മൾ ഇപ്പൊ സ്റ്റെർലിംഗും ദിസാസിയും ഡാട്രി ഫൊഫാന എന്നാലും ചെൽസി ബോർഡ് പറയാൻ കുഴപ്പമില്ല. കാരണം ഇത്രയും സാലറി നമ്മൾ ഒഴിവാക്കി. ഇവര് മൂന്നുപേരെ നമുക്ക് ജാനുവരി ആകുമ്പോഴത്തേക്ക് ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് നോക്കാം. തലവേദനയുള്ള കേസല്ല. ഒരു 99% നമ്മൾ തലവേദനകൾ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതാണ്. ഇറ്റ്സ് ബീൻ അബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ ഔട്ട് ഗോയിങ്സ്. റിയലി അപ്രീഷിയേറ്റീവ്. പിന്നെ പോരാത്തതിന് ലോൺ മൂവ്സ് ആരൻ അൻസൽമീനിയോ, മാമൂഡ് സാറിനെ പിന്നെ നമ്മൾ മേടിച്ച് തിരിച്ച് ലോണിൽ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. മൈക്ക് പെൻഡേഴ്സ്, ദീസ് ആർ ഓൾ പ്രോപ്പർ ലോൺ മൂവ്സ്. കാരണം ഇവരൊക്കെ ഭാവിയിലേക്ക് തിരിച്ച് ടീമിലേക്ക് വരാനുള്ളതാണ്. ഇൻക്ലൂഡിങ് നിക്കലസ് ദ ജാക്സൺ. അവന്റെ ഒബ്ലിഗേഷൻ ടു ബൈ ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാടാണെന്ന് പറയപ്പെടുന്നു. പാടായാലും തലവേദനയാണ്. കാരണം 14.2 മില്യൺ പൗണ്ടാണ് ലോണിൽ നമ്മൾ വിട്ടത്. 14.2 മില്യൺ പൗണ്ട് ലോൺ ഫീ. ഇനി അവൻ തിരിച്ചു വന്നിട്ട് വേറെ ക്ലബിന് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. ഒരു 60 മില്യൺ കൊടുത്താലും നമുക്ക് ടോട്ടൽ വാല്യൂ will always be more than 70 million pounds. So for me, that's not a bad deal at all. About 14.2 million loan deal for Jackson. Massive. Anyway, not part of the first team squad. So for me, the loan deal and sales have been exceptional. Now let's come to incoming. Now നമുക്ക് കുറച്ച് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. സ്ട്രൈക്കർ, നമുക്ക് വിങ്ങേഴ്സിനെ വേണമായിരുന്നു, നമുക്ക് ബാക്കപ്പ് പ്ലേയേഴ്സിനെ വേണമായിരുന്നു. ടു കൈസഡോ, അതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്തു. നമ്മൾ ഡെലാപ്പിനെ ആദ്യം കൊണ്ടുവന്നു, പോരാന്ന് നമുക്ക് തോന്നി. We bought in Joao Pedro, just like that. Joao Pedro നമ്മൾ പൊക്കിക്കൊണ്ടുവന്നു. ആൻഡ് a season signing so far, Joao Pedro. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പ്രതീക്ഷിച്ചില്ല Joao Pedro നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളത്. പോയി കണ്ടു, സംസാരിച്ചു. ബ്രസീലിയൻ ബീച്ചിൽ നിന്ന് നമ്മൾ പൊക്കിക്കൊണ്ടുവന്നു. ആൻഡ് വേൾഡ് കപ്പിൽ തന്നെ അവന് കൊടുത്തിരിക്കുന്ന പൈസ അവൻ മുതലാക്കി നമുക്ക് കൈ തിരിച്ചു വന്നു. വിച്ച് ബീൻ അബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ Joao Pedro സൈനിങ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് വിങ്ങേഴ്സിനെ ആഡ് ചെയ്യണം. ജേമി ഗിറ്റൻസിനെ നമ്മൾ കൊണ്ടുവന്നു. ഏറ്റവും അവസാനമായപ്പോൾ ഗർനാച്ചോനെ കൊണ്ടുവന്നു. അവർ രണ്ടുപേരും നമ്മുടെ പ്രോപ്പർ വിങ്ങേഴ്സ്, ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തു. എസ്താവോ വില്ലിനെ നമ്മൾ നേരത്തെ സൈൻ ചെയ്തു, നമ്മൾ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് ഡാം ഇറ്റ്, ഹൗ കൻ ഐ ഫോർഗെറ്റ് നോണി മാഡുവെക്കെ?
Noni Madueke sale has been fantastic. 14 million pounds plus 4 million. അതോടെ എസ്റ്റാവോ വില്യന് കളിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടി. That's massive. ഞാൻ വിട്ടുപോയി. So Noni Madueke going out, എസ്റ്റാവോ വില്യൻ കമ്മിങ് ബാക്ക്, സ്പേസ് കിട്ടുക, റീറ്റെയിനിങ് പെഡ്രോ നെറ്റോ, പിന്നെ നമ്മൾ കോൾ പാൽമറിന്റെ ഒരു ബാക്കപ്പിനെ നമുക്ക് കൊണ്ടുവരണം. ലോണിൽ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു, ആഡഡ് ദെയർ, ആൻഡ് പോരാത്തതിന് അടുത്ത വർഷം വി ഹാവ് കെന്റി പേസ് കമ്മിങ് ഇൻ ആൻഡ് കുവേണ്ട. ഫെയർ എനഫ്, വി ഹാവ് 2 more additional players. ബൂനോ നോട്ടേനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ബ്രൈറ്റണിലേക്ക് കൊടുക്കാം, നോ പ്രോബ്ലം. പക്ഷെ തൽക്കാലത്തേക്ക് ഒരു സ്ക്വാഡ് പ്ലെയർ ബാക്കപ്പ് ടു കോൾ പാൽമർ, ഡൺ ഡീൽ. കൈസറോന് ബാക്കപ്പ് വേണോ? പെർഫെക്റ്റ്, വി ഹാവ് എസുഗോ. സാന്റോസിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു എൻസോ ഫെർണാണ്ടസിന്റെ റോളിൽ കളിപ്പിക്കാൻ. കാരണം റോമിയോ ലാവിയോ എപ്പോൾ ഫിറ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി ഹാവ് എൻസോ ഫെർണാണ്ടസ്, സാന്റോ, എസുഗോ ആൻഡ് കൈസറോ ഇൻ ദാറ്റ് മിഡ്ഫീൽഡ്. ബ്രില്യൻ. നമുക്ക് കുക്കറയുടെ ഒരു ബാക്കപ്പ് ഇല്ലായിരുന്നു, നമ്മൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. വി ഹാവ് ജൂറൽ ഹാറ്റോ, ഒരു മിക്സപ്പ് ഓഫ് LCB/LB. ബെനോ ബാദിഷെ, ലിവായ് കോൾവിൽ, അച്ചിയം പോങ്, ടോസിൻ, ചാലബ, ഗുസ്തോ ആൻഡ് റീസ് ജെയിംസ്. അൺഫോർച്ചുനേറ്റ്ലി ലിവായ് കോൾവിൽ ഇഞ്ചോർഡ് ആയിപ്പോയി. ആൻഡ് ഐ എം അപ്രീഷിയേറ്റീവ് ഓഫ് ചെൽസി ബോർഡ്. നമ്മളൊരു പാനിക് മാർക്കറ്റ് ബൈന് പോയില്ല. We didn't go for a panic market buy. We said we have enough backup. ഇത് മതി. ഗോൾ കീപ്പർ മൈക്ക് പെൻഡസ് അടുത്ത സീസണിൽ നമ്മുടെ ടീമിലേക്ക് വരികയാണ്. മേ ബി ഹി ബിക്കംസ് ദ ഫസ്റ്റ് ചോയ്സ്. നമ്മൾ ഒരു മാർക്കറ്റ് ടാർഗറ്റ് നോക്കി മൈക്ക് മാഗ്നൻ, ആ ഡീൽ നടന്നില്ല, ഭയങ്കര ഹൈ വാല്യുവേഷൻ ആണ് നമുക്ക് തോന്നി, നമ്മൾ പിന്മാറി. ഫെയർ എനഫ്. റോബ് സാഞ്ചസ് സീസണിൽ എന്താണ് നമുക്ക് നോക്കാം. കാരണം ഈ സീസൺ നമ്മൾ എന്നാലും പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചലഞ്ച് ചെയ്യാനായിട്ടല്ല തുറക്കാൻ നോക്കുന്നത്. ടോപ്പ് 3 കംഫർട്ടബിൾ, അതാണ് നമ്മുടെ ഗെയിം. അതിനുള്ള ടീമുണ്ട്, ഈവൻ ഇൻക്ലൂഡിംഗ് ഇഞ്ചുറീസ് ടു ലിവായ് കോൾവിൽ. ഇപ്പൊ ഡെലാപ്പ് എത്ര നാൾ ഔട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഈവൻ വിത്ത് ഇഞ്ചുറീസ് ഈ ടീമിനെ വെച്ചിട്ട് ടോപ്പ് 3 എത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സോറി മറസ്ക, മേ ബി യു ആർ നോട്ട് ദ റൈറ്റ് കോച്ച്. കാരണം അത്രത്തോളം ഡെപ്ത് ഉള്ള ഒരു സ്ക്വാഡ് ഈ ടീമിൽ ഓൾറെഡി ആഡഡ് ആണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ലിയാം ഡെലാപ്പിന്റെ ഇഞ്ചുറി ഹോപ്പ്ഫുള്ളി നോട്ട് സീരിയസ്. പക്ഷെ നമ്മൾ മാർഗ്യൂവിനെ തിരിച്ച് ലോണിൽ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. മാർഗ്യൂ ആയാലും ഒരു ആഡഡ് ഒരു ഓപ്ഷനായി കഴിഞ്ഞു. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗുഡ് റൺ, മേ ബി ഒരു ഡൊമസ്റ്റിക് ടൈറ്റിൽ, വി ഹാവ് ദ ടീം ഫോർ ഇറ്റ്. കഴിഞ്ഞ സീസണിലെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്തെ ഈ സീസൺ ഹാസ് ഇറ്റ് ഇംപ്രൂവ്ഡ് മാസിവ്ലി. ബാക്കപ്പ്, ഡെപ്ത് എല്ലാം. നേരെ എല്ലാവരും കൂടെ ഒന്ന് മെറസ്കേറ്റ് ഒന്ന് ഉഷാറായിട്ട് കളിപ്പിക്കട്ടെ. അല്ലാണ്ട് ചുമ്മാ ഒരു പ്ലെയർ ഇഞ്ചുറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കോ നമ്മൾ പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവരിക എന്നുള്ള പാനിക് ബൈ ചെൽസി ബോർഡ് ഈ സീസണിൽ നിർത്തിയതിൽ ഐ എം റിയലി ഹാപ്പി. അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ പ്രോപ്പർലി വി ക്യാൻ അപ്ഗ്രേഡ്. കാരണം നമുക്ക് മൈക്ക് പെൻഡേഴ്സ് വരുന്നുണ്ട്. നൗ വി ഹാവ് വെസ്ലി ഫൊഫാനയുടെ ഫിറ്റ്നസ് ഈ സീസണിൽ എങ്ങനെ ഉണ്ടാവും നമുക്കുള്ളത് കണ്ടറിയാൻ പറ്റും. ലിവായ് കോൾവിൽ വിൽ ബി ബാക്ക്. പിന്നെ നമുക്ക് തീരുമാനിക്കാം. വി ഹാവ് ആരൻ ആൻസെൽമീനിയോ, വി ഹാവ് മാമഡു സോർ കമ്മിങ് ബാക്ക് ടു ദ ടീം, വി ഹാവ് ക്വെൻഡ, വി ഹാവ് കെന്റി പേസ്. സോ ആ ഒരു ടൈമിൽ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും when we are challenging for the title നമുക്ക് എന്തൊക്കെ സ്ക്വാഡ് ആഡ് ചെയ്യാം എന്നുള്ളതിന് ഒരു പ്രോപ്പർ ടീം നമുക്ക് ഈ സീസൺ സെറ്റാക്കി നമുക്ക് കൈ തന്നിട്ടുണ്ട് ബോർഡ്. മറസ്കയ്ക്ക് ആവശ്യമുള്ള ഒരു ടീം റെഡിയാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ടീമിൽ ഇല്ലാത്ത പ്ലേയേഴ്സിനെ നമ്മൾ കൊടുത്തു, ഡെവലപ്മെന്റ് പ്ലേയേഴ്സിനെ നമ്മൾ ലോണി വിട്ടു, ആൻഡ് പ്രോപ്പർ ഫസ്റ്റ് ടീം ഇൻക്ലൂഡിംഗ് സ്ക്വാഡ് ഡെപ്ത് നമ്മൾ ആഡ് ചെയ്തു. വാട്ട് മോർ ക്യാൻ യു ആസ്ക് ആസ് എ ചെൽസി ഫാൻ? ഐ എം റിയലി ഹാപ്പി. മൈ റേറ്റിംഗ് ഇസ് 9.5 out of 10. സ്റ്റേർലിങ്ങിനെ കൂടെ വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ 10.5 out of 10 ആയനെ. പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതൽ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നില്ല. ഫാന്റാസ്റ്റിക് ട്രാൻസ്ഫർ ഇന്ത്യോ. Do let me know your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea.